ഹലോ ഗൈസ്, നമുക്കിന്നൊരു കഥ പറയാം. ഏകദേശം 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ് യൂറോപ്യന്മാർ നമ്മുടെ നാട്ടിലേക്ക് എത്തിയത്. അത് എന്തുകൊണ്ടായിരിക്കാമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അറിയാവുന്നവരും കാണും, എന്നാലും ഞാനൊരു കഥ പോലെ അത് പറയാം കേട്ടോ. യൂറോപ്യൻസിന് മുൻപ് നമ്മുടെ ഇന്ത്യയിൽ വന്ന വ്യാപാരികൾ അറബികളും അതുപോലെ തന്നെ ചൈനക്കാരുമായിരുന്നു. അവരും കടൽ മാർഗം തന്നെയാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നത്. സുഗന്ധവ്യഞ്ജനങ്ങൾ, രത്നങ്ങൾ, ആനക്കൊമ്പും അതുപോലെ വിലമതിക്കാനാവാത്ത ഒരുപാട് സാധനങ്ങൾ അവർ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. അത് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന സ്ഥലത്ത് കൊണ്ടുപോയി വ്യാപാരം നടത്തുകയും ചെയ്തു. ഇരട്ടി വിലയ്ക്കാണ് അവർ വ്യാപാരം നടത്തിയിരുന്നത്. യൂറോപ്യൻസ് ആണ് ഇത് വാങ്ങിച്ചിരുന്നത്. എന്നാൽ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തപ്പോൾ യൂറോപ്യൻസിന് സുഗന്ധവ്യഞ്ജനങ്ങളും മറ്റ് ആവശ്യ വസ്തുക്കളും കിട്ടാതെയായി. ശൈത്യകാലങ്ങളിൽ മാംസങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാനും മറ്റ് ആവശ്യങ്ങൾക്കും സുഗന്ധവ്യഞ്ജനങ്ങളും കുരുമുളകും ആവശ്യമായി. ഇത് അവരെ ഇന്ത്യയിലേക്ക് വരാൻ പ്രേരിപ്പിച്ചു. മാർഗം ഇന്ത്യ കണ്ടെത്താനുള്ള ഔദ്യോഗിക ശ്രമം ആരംഭിച്ചത് കൊളംബസ് ആയിരുന്നു. മാനുവൽ ഒന്നാമന്റെ നേതൃത്വത്തിൽ വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചു. അവർ 4 കപ്പലുകളിലായിട്ടാണ് യാത്ര തുടങ്ങിയത്. അതിൽ പ്രധാന കപ്പലായിരുന്നു സാഹോ ഗബ്രിയൽ, പിന്നെ സാഹോ റാഹിൽ എന്ന സഹായ കപ്പലും പിന്നെ ഒരു വിതരണ കപ്പലും ഉണ്ടായിരുന്നു. ഇവരുടെ യാത്ര ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് വഴി ആയിരുന്നു. ഈ വഴി പോർച്ചുഗീസുകാർക്ക് യാത്ര കുറച്ചും കൂടെ എളുപ്പകരമായി തീർത്തു. അങ്ങനെ വാസ്കോഡ ഗാമ ഇന്ത്യയിൽ വന്നിറങ്ങി. കോഴിക്കോട്ടെ കാപ്പാട് എന്ന സ്ഥലത്ത് 1498 മെയ് 20 കാലുകുത്തി. ഈ വീഡിയോ കാണുക. വാസ്കോഡ ഗാമയുടെ ആഗമനത്തെ നമുക്ക് 3ആയി തിരിക്കാം. അതിൽ ഒന്നാം വരവ് 1498 വാസ്കോഡ ഗാമ കോഴിക്കോട്ട് വന്നപ്പോൾ സാമൂതിരിയും പ്രജകളും പാരമ്പര്യാനുസൃതമായ ആതിഥേയ മര്യാദയോടെയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. തങ്ങളുടെ ചരക്കുകൾ സൂക്ഷിക്കാൻ തൻ്റെ അനുയായികളിൽ ഒരു സംഘത്തെ കോഴിക്കോട്ട് നിർത്താൻ അനുവദിക്കണമെന്ന വാസ്കോഡ ഗാമയുടെ അഭ്യർത്ഥന സാമൂതിരി നിരസിച്ചു. തുടർന്ന് വാസ്കോഡ ഗാമ കോഴിക്കോട് വിടുകയും യാത്രാമധ്യേ അദ്ദേഹം കോലത്തിരി രാജാവിൻ്റെ ക്ഷണമനുസരിച്ച് കണ്ണൂരിൽ ഇറങ്ങി. അവിടെ വെച്ച് പോർച്ചുഗീസുകാർക്ക് എല്ലാ വാണിജ്യ സൗകര്യങ്ങളും കോലത്തിരി വാഗ്ദാനം ചെയ്തു. പോർച്ചുഗീസ് കപ്പലിൽ ചരക്ക് കയറ്റുന്നതുമായി ബന്ധപ്പെട്ട് കോലത്തിരി വാസ്കോഡ ഗാമയുമായി ഒരു കരാറിൽ ഏർപ്പെട്ടു. വാസ്കോഡ ഗാമ 1498 നവംബറിൽ കണ്ണൂരിൽ നിന്നും പുറപ്പെട്ട് 1499 ലിസ്ബണിൽ എത്തി. വാസ്കോഡ ഗാമയുടെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടിയോളം ലാഭമാണ് ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോയ വിഭവങ്ങൾ വിറ്റഴിക്കുക വഴി ലഭിച്ചത്. മാനുവൽ രാജാവ് ഗാമയ്ക്ക് ഡോം അഥവാ പ്രഭു എന്ന പദവി നൽകുകയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി അഥവാ അധിപൻ എന്ന് ഗാമയെ വിശേഷിപ്പിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ വാസ്കോഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിന്റെ തുടക്കമാണെന്ന് അഭിപ്രായപ്പെട്ട ചരിത്രകാരൻ സർദാർ KM പണിക്കർ. ഇന്ത്യയിൽ 1500 വന്ന പോർച്ചുഗീസ് നാവികനാണ് പെട്രോ അൾവാരസ് കബ്രോള്. 13 കപ്പലുകളും ഏകദേശം 1500 പേരുമായിട്ടായിരുന്നു അദ്ദേഹം യാത്ര തുടങ്ങിയത്. അപകടകരമായ യാത്രയ്ക്ക് ശേഷം ഇന്ത്യയിലെത്തിയത് ഏകദേശം 6 കപ്പലുകൾ മാത്രമാണ്. കബ്രോളിന്റെ പ്രതിനിധിയായി ഐറസ് കോരെയാണ് കോഴിക്കോട് നിയമിച്ചത്. ഐറസിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ഒരു പണ്ടകശാല, അതായത് വ്യാപാരത്തിനുള്ള ശാല നിർമ്മിക്കുകയും ചെയ്യുന്നു. എന്നാൽ പ്രശ്നങ്ങൾ അവിടെയല്ലായിരുന്നു. മുമ്പ് കച്ചവടം ചേരുന്ന അറബികളുമായി പോർച്ചുഗീസുകാർക്ക് സംഘർഷത്തിലാവുകയും പോർച്ചുഗീസ് അറബി കപ്പലുകൾ പിടിച്ചെടുക്കുകയും നിരവധി നാവികരെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഇതിൽ കോപിതരായ ജനങ്ങൾ പ്രതികാരമായി പോർച്ചുഗീസ് വ്യാപാരശാല നശിപ്പിക്കുകയും നിരവധി പോർച്ചുഗീസ് നാവികരെയും മറ്റു ആളുകളെയും കൊല്ലുകയും ചെയ്തു. ഇത് കബ്രോളിന് കോഴിക്കോട് നിൽക്കാൻ അവസരം ഇല്ലാതെയാക്കി. തുടർന്ന് കബ്രോൾ കോഴിക്കോട് വിട്ട് കൊച്ചിയിലേക്ക് എത്തി. രാജാവിന്റെ അനുമതിയോടെ കൊച്ചിയിൽ പോർച്ചുഗീസുകാർ ഒരു പണ്ടകശാല സ്ഥാപിക്കുകയും അവിടെ വ്യാപാരം തുടരുകയും ചെയ്തു. കേട്ടോ.
പെട്രോ അൾവാരാസ് കബ്രോളിന്റെ ഇന്ത്യയിലെ പരാജയത്തെ തുടർന്ന് മാനുവൽ രാജാവിന്റെ നേതൃത്വത്തിൽ ഗാമയെ രണ്ടാമതായി ഇന്ത്യയിലേക്ക് അയക്കുകയും ചെയ്തു. 1502 ഇന്ത്യയിലേക്ക് ഗാമ അയക്കുന്നത്. കോഴിക്കോടിന്റെ കപ്പൽപ്പടയെ നേരിടാൻ വേണ്ടി തന്നെ 15 കപ്പലുകളും സൈന്യങ്ങളും ആയുധങ്ങളുമായിട്ടാണ് ഈ പ്രാവശ്യം ഗാമ വന്നത്. ഉടനെ തന്നെ അറബിക്കപ്പലുകൾ പിടിച്ചെടുക്കുകയും മക്കയിൽ നിന്ന് വന്ന മേരി എന്ന കപ്പലുകളും കുട്ടികളും അടങ്ങുന്ന ആളുകളെ ചുട്ടുകൊല്ലുകയും ചെയ്തു. ഇത് ചരിത്രത്തിൽ ഏറ്റവും ക്രൂരകൃത്യമായി രേഖപ്പെടുത്തി. ഗാമ കൊച്ചിയിലെത്തിയപ്പോൾ കോലത്തിരി കൊച്ചിയിലെ വിലയ്ക്ക് കുരുമുളകും മറ്റ് ചരക്കുകളും പോർച്ചുഗീസുകാർക്ക് വിറ്റുകൊള്ളാമെന്ന് സമ്മതിച്ചു. തുടർന്ന് സാമൂതിരിയെ ദർശിച്ച് കോഴിക്കോട്ട് നഗരത്തിൽ നിന്ന് എല്ലാ മുസ്ലിങ്ങളെയും പറഞ്ഞയക്കണമെന്ന് വാസ്കോ ഡ ഗാമ ആവശ്യപ്പെട്ടു. സാമൂതിരി അത് നിരസിച്ചതിനെ തുടർന്ന് പോർച്ചുഗീസുകാർ കോഴിക്കോട് നഗരം ആക്രമിക്കുകയും ചെയ്തു. അടുത്തതായി വാസ്കോ ഡ ഗാമ മൂന്നാമതായും അവസാനവുമായി 1524 ഇന്ത്യയിലെത്തി. പോർച്ചുഗീസിൽ ശക്തിപ്പെടുത്തുക എന്നതായിരുന്നു ലക്ഷ്യം. തെക്കൻ തീരത്ത് സ്വാധീനം വർദ്ധിപ്പിച്ചു. തുടർന്ന് 1524 ഡിസംബറിൽ കൊച്ചിയിൽ വെച്ച് വാസ്കോ ഡ ഗാമ നിര്യാതനായി. പോർച്ചുഗീസ് വൈസ്രോയിയായ ഫ്രാൻസിസ്കോ ഡി അൽമേഡയെ കുറിച്ചാണ്. പോർച്ചുഗീസ് പ്രദേശങ്ങളുടെ ആദ്യത്തെ ജനപ്രതിനിധിയായി 1505 ഫ്രാൻസിസ്കോ ഡി അൽമേഡ നിയമിതനായി. നീലജല നയം അഥവാ ബ്ലൂ വാട്ടർ പോളിസി നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയിയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. നീലജല നയം എന്നാൽ ശക്തമായ നാവികപ്പടയെ വളർത്തിയെടുക്കുന്നതിലൂടെ സമുദ്രമേധാവിത്വം സ്ഥാപിച്ച് പോർച്ചുഗീസ് വ്യാപാരം വളർത്തുക എന്ന നയം. അതുപോലെ തന്നെ അഞ്ചുദ്വീപ്, കണ്ണൂർ, മലാക്ക, കൊച്ചി എന്നിവിടങ്ങളിലെ കോട്ടകൾ ബലപ്പെടുത്തുക, പുതിയ കോട്ടകൾ നിർമ്മിക്കുക എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന പരിപാടി. സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നമ്മൾ നോട്ട്സ് കുറച്ച് വിശദീകരിച്ച് പറയുന്നത് കേട്ടോ. തുടങ്ങിയാലോ? കുഞ്ഞാലി മരയ്ക്കാർമാർ കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലി മരയ്ക്കാർമാർ. കുഞ്ഞാലി മരയ്ക്കാർമാരുടെ ആസ്ഥാനം വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്തെ മരയ്ക്കാർ കോട്ട, അത് കോഴിക്കോട് ജില്ലയിലായിരുന്നു. പോർച്ചുഗീസുകാർക്കെതിരെ കുഞ്ഞാലി മരയ്ക്കാർമാർ സ്വീകരിച്ച യുദ്ധമുറയാണ് ഗറില്ല അഥവാ ഒളിപ്പോര് എന്നറിയപ്പെടുന്നത്. കുഞ്ഞാലി 1, 2, 3 എന്നിങ്ങനെ 4 കുഞ്ഞാലിമാർ ഉണ്ടായിരുന്നു. 1571 പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട തിരിച്ചുപിടിച്ച് തകർത്തത് കുഞ്ഞാലി മൂന്നാമനായിരുന്നു. ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമാണ് ഫത്ഹുൽ മുബീൻ, വ്യക്തമായ വിജയം. അതുപോലെ പോർച്ചുഗീസുകാർക്കെതിരെയുള്ള യുദ്ധത്തിലെ യഥാർത്ഥ വീരൻ എന്നറിയപ്പെടുന്നത് കുഞ്ഞാലി നാലാമനെയാണ്. സമുദ്രങ്ങളുടെ അധിനായകൻ, മുസ്ലിങ്ങളുടെ രാജാവ് എന്നീ ബിരുദം സ്വീകരിച്ചത് കുഞ്ഞാലി നാലാമൻ തന്നെ. ചിട്ടു കടന്നുകളയുക എന്ന സമരതന്ത്രം ആവിഷ്കരിച്ചത് കുട്ടിയലി അതാ കുഞ്ഞാലി ഫസ്റ്റ് ആയിരുന്നു. 1586 1589 സുപ്രധാനമായ 2 നാവികയുദ്ധങ്ങളിലും കുഞ്ഞാലി മരയ്ക്കാർ പോർച്ചുഗീസുകാരെ ദയനീയമായി പരാജയപ്പെടുത്തിയെങ്കിലും 1600 കുഞ്ഞാലി മരയ്ക്കാർ നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചു. നാവികസേനയുടെ നേതൃത്വത്തിൽ കുഞ്ഞാലി മരയ്ക്കാർക്ക് സ്മാരകം നിർമ്മിച്ചത് കോട്ടയ്ക്കൽ വടകരയിലാണ്. കുഞ്ഞാലി മരയ്ക്കാരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2000-ലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അൽബുക്കറക്കിനെ കുറിച്ചാണ്. 1509 1515 എന്ന കാലഘട്ടങ്ങളിലാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത്. അദ്ദേഹം ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ്. ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനിവൽക്കരണത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയി. പോർച്ചുഗീസുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള വിവാഹത്തെ മിശ്ര കോളനി വ്യവസ്ഥ പ്രോത്സാഹിപ്പിച്ചു. വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകി. പരിപാലനം കർശനമാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. 1510 ബീജാപ്പൂർ സുൽത്താനിൽ നിന്നും പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തു. പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയിയാണ് അൽബുക്കർക്ക്. ബാക്കി കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കല്ലേ. ബായ്. കണ്ണൂരിലെ സെന്റ് ആഞ്ചലേസ് കോട്ട നിർമ്മിച്ചത് അൽമേഡയാണ്. അത് 1505-ലാണ് നിർമ്മിച്ചത്. തൃശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട നിർമ്മിച്ചതും പോർച്ചുഗീസുകാരാണ്. കുഞ്ഞാലി മരയ്ക്കാരുടെ ആക്രമണം നേരിടാനായി 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് ചാലിയം കോട്ട, അത് കോഴിക്കോട്ടാണ്. നിർമ്മിച്ചതെന്ന് വെച്ചാൽ നുനോ ഡ കുൻഹ പോർച്ചുഗീസ് ഗവർണറായിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യാ ശൈലിയാണ് ഗോതിക് ശൈലി. ഇന്ത്യയിൽ ഗോതിക് ശൈലിയിൽ പോർച്ചുഗീസുകാർ പണികഴിപ്പിച്ച പള്ളികൾ സെന്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചി, ബാം ജീസസ്
പള്ളി, ഗോവ. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ പള്ളിയാണ് സെന്റ് ഫ്രാൻസിസ് പള്ളി, കൊച്ചി. ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ സ്ഥാപിച്ച ആദ്യ സെമിനാരിയാണ് വാരാപ്പുഴ. 1555 കൊച്ചി രാജാവായിരുന്ന വീര കേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരമാണ് മട്ടാഞ്ചേരി പാലസ്. അത് 1663 ഡച്ചുകാർ പുതുക്കിപ്പണിതതോടെ ഡച്ച് കൊട്ടാരം എന്ന് അറിയപ്പെട്ടു. പോർച്ചുഗീസുകാർ കൊച്ചിയിലും വൈപ്പിനിലും അച്ചടിശാല സ്ഥാപിച്ചു. ക്രിസ്തീയ കലാരൂപമായ ചവിട്ട് നാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. ബ്രദർ ഇൻ ആം ടു ദ കിങ് ഓഫ് പോർച്ചുഗൽ, അതായത് പോർച്ചുഗീസ് രാജാവിന്റെ സൈനിക സഹോദരൻ എന്നറിയപ്പെട്ടിരുന്നത് പുറക്കാട് രാജയാണ്. കൺഫ്യൂഷൻ വരാനുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചാൽ കുറച്ച് സന്ധികളാണ്. പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ കണ്ണൂർ സന്ധിയിൽ ഒപ്പുവെച്ച വർഷം 1513. അതുപോലെ തന്നെ പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ പൊന്നാനി സന്ധിയിൽ ഒപ്പുവെച്ച വർഷം 1540. ഇന്ത്യയിൽ ആദ്യമായി യൂറോപ്യൻ സ്കൂൾ ആരംഭിച്ചത് കൊച്ചിയിലാണ്. അതുപോലെ ക്രിസ്ത്യൻ പുരോഹിതന്മാരുടെ വൈദിക പഠനത്തിനായി സെമിനാരികളും കോളേജുകളും ആരംഭിച്ച സ്ഥലങ്ങൾ കൊച്ചി, കൊടുങ്ങല്ലൂർ, വൈപ്പിൻകോട്ട. കേരളത്തിൽ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന ഷേഖ് സൈനുദ്ദീൻ രചിച്ച കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. അതുപോലെ പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്ത കൃതിയും കൂടെയാണിത്. അതുപോലെ കുറെ വാക്കുകളും കുറെ സാധനങ്ങളും പോർച്ചുഗീസുകാർ നമുക്ക് സംഭാവന നൽകിയിട്ടുണ്ട്.